ഹായ് ഗായ്സ്, ഇതിൻ്റെ യൂട്യൂബിലത്തെ ഫസ്റ്റ് വ്ളോഗാണ്. ഞാൻ ആദ്യമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫസ്റ്റ് വ്ളോഗ് ഇട്ട് ഇവിടെ നിന്നാണ് ഈ ബീച്ച് നിന്ന് കാണിച്ചു തരാം. ഇതാ ഇവിടെ നിന്നാണ്. എങ്ങനെ വീഡിയോ എടുക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. അതാണ് ഇങ്ങനെ കയ്യൊക്കെ ഇടക്ക് വരുന്നുണ്ടാവും. ഇങ്ങനെ എടുക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. അതിൻ്റെ തെറ്റൊക്കെ ഉണ്ടാവും. ആദ്യമായിട്ട് എടുക്കുകയാണ്. അപ്പം എന്താ പറയേണ്ടത് എനിക്കറിയില്ല. മറ്റേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യാം. നമ്മൾ പറയുന്നതൊക്കെ കട്ട് ചെയ്യാം. പക്ഷെ ഇതിൻ്റെ അത് അങ്ങനെ കട്ട് ചെയ്യാനില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, വളവളാ പറഞ്ഞുകൊണ്ടിരിക്കണം. അതാണ്. അപ്പൊ ഇനി എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞുതരിക. നിങ്ങൾ എന്റെ സഹിക്കണ്ടേ, അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ. പിന്നെ ഇതാണ് നമ്മളെ ബീച്ച്. കാണിച്ചു തരാം, ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഇവിടെ കല്ലുമ്മക്കായ ഉണ്ടാവും. നമ്മളെ നാട്ടിൽ കടുക്കാന്നാണ് പറയാ. ഇവിടെ കല്ലുമ്മക്കായ ഉണ്ടാവും. അതൊക്കെ തന്നെ. ഇപ്പൊ കല്ലുമ്മക്കായ ഉണ്ടോ എനിക്കറിയില്ല. ഫുള്ള് വെള്ളം കയറി കിടക്കാണ്. പിന്നെന്താണ്, ഇതിങ്ങനെ ഒരു മൂഡിലെടുത്ത കൊറേ ആയി എല്ലാരും പറയുന്നു യൂട്യൂബിലൊരു വ്ളോഗ് ഇടുക. പിന്നെ തോന്നലില്ല. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ തോന്നി. ഇപ്പൊ ടൈം ഓൾമോസ്റ്റ് 6:30 ആയി. അപ്പൊ ഇങ്ങനെ തോന്നി ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഫസ്റ്റ് വ്ളോഗ് ഇൻസ്റ്റാഗ്രാമിൽ എടുത്ത ഇവിടുന്നല്ലേ. അപ്പൊ ഇവിടെ വന്നിട്ട് തന്നെ യൂട്യൂബിൽ ഫസ്റ്റ് വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ച് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ ഇവിടുത്തെ സ്ഥലം കാണിച്ചു തരാം. അടിപൊളിയാണ്. നല്ല വെയിലൊക്കെ ഉള്ള ടൈമിൽ അടിപൊളിയായിരിക്കും കാണാൻ. ഇത് ഇവിടെ നിന്നൊക്കെ അതിന് വീഡിയോ എടുത്ത്. ഇതാണ് സ്ഥലം. നല്ല വ്യൂ ആണ്. കിടിലൻ സ്ഥലമാണ്, ഒന്നും പറയാനില്ല. എന്റെ ഫേസ് കാണിച്ച വീഡിയോ ഇടലേ ഇല്ല. ഇടയ്ക്ക് 1-2 ഇട്ടാലിട്ട്. ഇപ്പം ഇനി മുതൽ വ്ളോഗൊക്കെ ആയി സെറ്റ് ആക്കണം നല്ല ആഗ്രഹമുണ്ട്. ഇതന്നെ അതിലാക്കും, സെറ്റാക്കും. ഇപ്പം വേറെ ആളോട് സംസാരിക്കാൻ മുന്നിൽ ആളില്ലാത്തോണ്ടാണ് ഇങ്ങനെ സംസാരിക്കാൻ മടി. എല്ലാം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ആദ്യം ഇങ്ങനെ ഒന്നല്ലേനും. ആദ്യം ഇങ്ങനെ ആരോട് സംസാരിക്കാണ്ട് നിൽക്കുന്ന ആളേനും. പിന്നെ മാറി വന്നതാ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വ്ളോഗ് ഇടാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞ ഓഗസ്റ്റ് ജൂലൈ എങ്ങനെ തുടങ്ങിയതാ. ഓഗസ്റ്റിൽ തുടങ്ങി. അതാ ഈ ഓഗസ്റ്റ് ആയി, ഒരു കൊല്ലായി. അതാ അവിടെ തോന്നെ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. കാണിച്ചു തരാം. സൂം ചെയ്ത് കിട്ടുമോ അറിയില്ല. അത് 17 Pro Max ഒന്നല്ല, 30 Pro ആണ്. അതാ അവിടെ ആൾക്കാർ ഫോട്ടോ എടുക്കാണ്. അത് വലിയ കല്ല. അവിടുന്ന് മീൻ പിടിക്കുകയൊക്കെ ചെയ്യും. നല്ല വ്യൂ ആയിരിക്കും. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കട്ടാക്കി. ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്നുണ്ട്. ആദ്യമായിട്ട് എടുക്കുന്നതുകൊണ്ടാണ്. കുറച്ച് ശീലമായിക്കാൻ സെറ്റ് ആവുമായിരിക്കും. നോക്കാം. ഇവിടുത്തെ കിടിലൻ വ്യൂ ആണ്. സൺസെറ്റ് ഒക്കെ ആണെങ്കിൽ ഏതാ വ്യൂ. ഇവിടെ ആൾക്കാരുണ്ട്. വെറുതെ അല്ല സൗണ്ട് കേട്ട്. ഒരിന്റെ സൗണ്ട് കേട്ടിട്ടുണ്ടാവും ചിലപ്പോ. അവരെ കാണിക്കില്ല, മോശമാണ്. ഒരു ചേട്ടനും ചേച്ചിയും സെൽഫി ഒക്കെ എടുക്കുന്നത്. അങ്ങോട്ടേക്ക് പോകണ്ട, മോശമാണ്. വെറുതെ അല്ല. ഞാൻ തോന്നെ വിചാരിക്കുന്നത് എന്താ ഇവിടെ ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നത്. ഈ പെൺകുട്ടീന്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഇപ്പൊ എന്താന്ന് നോക്കിയാനെ, എന്താ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ക്യാമറന്റെ മുന്നിൽ നിന്ന് സംസാരിക്കില്ല. എന്നെ അറിയുന്നവർക്ക് നല്ലോണം അറിയാം. എന്റെ കാക്കൊക്കെ നല്ലോണം അറിയാം. ഞാൻ ഇങ്ങനെ സംസാരിക്കില്ല. അപ്പൊ പെട്ടെന്ന് എന്തോ ഒരു മൈൻഡിൽ ഇങ്ങനെ കുറെ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വ്ളോഗ് കേട്ടിട്ട് എന്താന്ന് വെച്ചാൽ ഒരു റീസൺ കാരണം ഇങ്ങനെ ഇട്ടില്ല. അങ്ങനെ മൂഡൊക്കെ പോയി അങ്ങനെ ചെയ്യും. ഇപ്പം ഇപ്പം പിന്നെ പെട്ടെന്ന് ഇങ്ങനെ തോന്നി ഏതായാലും ഇവിടെ നിന്നല്ലേ ഇൻസ്റ്റാഗ്രാമിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫസ്റ്റ് വ്ളോഗ് ഇട്ട്. അങ്ങനെ ഇവിടെ നിന്ന് തന്നെ യൂട്യൂബിൽ ഫസ്റ്റ് വ്ളോഗ് തന്നെ ഇവിടെ നിന്ന് തന്നെ ആക്കാന്ന് വിചാരിച്ച് ഇങ്ങോട്ടേക്ക് വന്നു. ആ വ്ളോഗിന് അതിൻ്റെ അത് വേണം കൊടുക്കാം. നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലിട്ട വ്ളോഗിന് ഇതിൻ്റെ അകത്ത് കൊടുക്കാം. ഓണായിട്ട് ഓണത്തിന് വിളിക്കാൻ ആരുമില്ല. അതാണ് മെയിൻ കാര്യം. ഓണത്തിനൊക്കെ പണ്ട് സദ്യ കിട്ടിയിരുന്നു. ഏതിപ്പോ സദ്യ ഇല്ല, ഇന്ന് ബിരിയാണിയാണ്. ബിരിയാണി പായസം. എനിക്ക് പായസം ഭയങ്കര ഇഷ്ടമാണ്. സേമിയ പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഇഷ്ടമുള്ള സേമിയ പായസം. അവിടെ ആളുണ്ട്, അതാണ് ഞാൻ നോക്കി. പിന്നെ ബിരിയാണി, അതും ലഗോൺ ബിരിയാണി. അടിച്ചാൽ കിട്ടൂല, അങ്ങനത്തെ ബിരിയാണിയാണ്. സദ്യ ഒന്നും ഇല്ല ഇപ്പൊ. ആകെ ഈ പ്രാവശ്യം സദ്യ ഇവിടെ നയിച്ചത് ആഡ്സിന്റെ പരിപാടി ഉണ്ടായിരുന്നു. നമ്മളെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ പഠിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഞാൻ പഠിക്കുന്നത്. അപ്പം അവിടെ ഇതുണ്ടായിരുന്നു,
ആ സദ്യ ഉണ്ടായിരുന്നു. അപ്പൊ ആടുന്ന് സദ്യ കഴിച്ചിട്ടുള്ളൂ ഇപ്രാവശ്യം. ഈ സദ്യ കഴിക്കണമെങ്കിൽ പോയി മേടിച്ച് കഴിക്കുക, അത്ര തന്നെ. അല്ലാണ്ട് ഇപ്പൊ ഞാനെന്താ പറയാനാ. ഇനി ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോ മുന്നിൽ ആൾക്കാരുടെ വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ എനിക്ക് മാറ്റണം നല്ല ആഗ്രഹമുണ്ട്. മാറ്റി ഒരു പ്രശ്നമില്ല, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാം. ആരും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. മൈക്ക് മേടിച്ച് ഏതായാലും ഉപകാരമായി. അല്ലെങ്കിൽ ഇവിടുത്തെ സൗണ്ട് ഇങ്ങനെ കേൾക്കേണ്ടി വരും. കടലിന്റെ തിര അടിക്കുന്ന സൗണ്ട് ഇങ്ങനെ കേൾക്കും. ഇനി അങ്ങോട്ടേക്ക് ബളബളാ സംസാരിക്കാൻ ഞാൻ ഉണ്ടാവും കേട്ടോ. നിങ്ങള് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളെ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കാണുകയാണെങ്കിൽ ഫോളോ ചെയ്ത് വെച്ചോളെ. നിങ്ങൾ അൺഫോളോ ചെയ്തിട്ട് ഇങ്ങനെ 50% ആൾക്കാരാ അൺഫോളോ ചെയ്തിട്ടാണ് കാണുന്നത്. ദിവസം സ്റ്റോറി കാണും. എൻ്റെ സ്റ്റോറി മിനിമം 700 800 ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ 1000 മേലെ ഉണ്ടാവും. അപ്പൊ അതിലൊക്കെ 50% ആൾക്കാർ അൺഫോളോവേഡാണ്, ഫോളോ ചെയ്യാണ്ടാണ്. നല്ല വ്യൂ ഉണ്ട്. അപ്പം ഫോളോ ചെയ്യാണ്ട് കാണാം. ഒരു ദിവസം കാണുന്നുണ്ട്. എന്തിനാണോ എന്തോ അറിയില്ല എന്തിനാണെന്നൊന്നും. അപ്പൊ ഞാൻ പോട്ടെ, ഇരിടാവുന്നുണ്ട്. ഇനി പോയി ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഭയങ്കര നല്ല ഹാപ്പിയാണ്. എന്താന്നൊന്നും അറിയില്ല, ആദ്യമായിട്ട് അങ്ങനെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ തന്നെ വരുന്നത്. ഇങ്ങനെ അടുപ്പിച്ച് സംസാരിക്കുന്നില്ല. ഇതിൻ്റെ ഒക്കെ കട്ടാണ്. ഇതിൻ്റെ അതിപ്പോ 4 5 കട്ട ഞാൻ വന്നിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനെ അടുപ്പിച്ച് സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ്. ഓക്കെ, ശരി, ബൈ.